അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന BP ലോയിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ത്രീയുടെ ശരീരം ശാരീരികവും ഹോർമോണുമായ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ലോ BP കാരണമാകുന്നുണ്ട്. പ്രഗ്നൻസിയിൽ ലോ BP സർവ്വസാധാരണമാണ്. എന്നാൽ നമുക്ക് സ്വയമായിട്ട് ലോ BP നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. BP കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഓക്കാനം, ഛർദി പോലുള്ളവയാണ് ഇതെല്ലാം. ഇതുമൂലം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഊർജം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയാൻ ഇടയാകുന്നുണ്ട്. ഓക്കാനം, ക്ഷീണം, തലവേദന, അമിതമായ ദാഹം, ബലഹീനത, അലസത, ബോധക്ഷയം, തണുത്തിരിക്കുന്ന ചർമ്മം, മങ്ങിയ കാഴ്ച, അനീമിയ, രക്തം നഷ്ടപ്പെടുന്നത് മൂലവും ഒക്കെ നമുക്ക് ഈ ഒരു ലോ BP ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോ BP നിയന്ത്രിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്: വെള്ളം ധാരാളമായിട്ട് കുടിക്കുക, ചെറുതായിട്ടാണെങ്കിലും എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, പഴങ്ങൾ, പച്ചക്കറികളും എല്ലാം കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, ഉപ്പിട്ട് നാരങ്ങ, കഞ്ഞിവെള്ളം എന്നുപോലുള്ള പാനീയങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുക, ഓക്കാനിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി ചായ പതിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലോ BP, അതായത് പ്രഗ്നൻസിയിലെ ലോ BPയെ കുറിച്ച് പറയാനുള്ളതും അതിൻ്റെ ലക്ഷണങ്ങളും വീട്ടിൽ തന്നെ അത് നോർമലാക്കാൻ